ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. കുറേ ദിവസമായി മോൻ പറയുന്നത് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന്. അപ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇതിലേക്കുള്ള ആദ്യ പടിയെന്ന പോലെ ഒരു പാത്രത്തിൽ പാലെടുക്കുക, അതിൻ്റെ അകത്ത് ലേശം നാരങ്ങ നീരൂറ്റിക്കുക. കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ ഊറ്റിക്കാൻ. എന്നിട്ട് 2 ഇളക്കം വെക്കാൻ അത് മോരായിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഇടാനുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഫോളോ മീ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് വേണം. 6 എടുത്തോ. അത് മിക്സിന്റെ ജാറിലേക്ക് അങ്ങ് തട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളിന്റെ പകുതി ഞാൻ എടുത്തു. അത് കുറച്ച് കെട്ടാക്കിയിട്ട് ഇതിനകത്തൊരു സാധനം കൂടി ഇടാനുള്ള ഞാൻ വിട്ടുപോയി. എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് തടിക്കുക. എന്നിട്ട് ഈ മിൽക്കിലേക്ക് ഒന്ന് ഒഴിക്കുക, അതായത് മോരിലേക്ക് ഒന്ന് ഒഴിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഇഞ്ചിയും കൂടെ വേണം. ഞാൻ ഇഞ്ചി പിന്നെ ചതച്ചിട്ട് ഇതിനകത്തിടുന്നുണ്ട്. മറവിയേ എന്തൊരു മറവി. ഈ പറഞ്ഞ കുന്ത്രാണങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടൊന്ന് ഞാൻ ഇളക്കി. അതിന് ശേഷം ഇതിനകത്തേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇതിനകത്ത് ഇടണം കേട്ടോ. എത്ര ചിക്കൻ എടുത്തിന് അതിന് കണക്കായിട്ട് ഉപ്പ് ഇപ്പിട്ടോളണം. എൻ്റെ കൈക്കണക്കാണ്, പക്ഷേ ഇനി ഒന്ന് സ്പൂണിലൊന്ന് വെറൈറ്റി പിടിച്ചിരിക്കുന്നു. അധികം ആയാലും അച്ഛനെന്നെ കൊല്ലും. ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് കുരുമുളകും കൂടി ഞാൻ തട്ടാന്ന് വെച്ച്. എരിവ് വേണ്ടേ. പിന്നെ ഇതിനകത്തുള്ള ബാക്കി പൊടികളൊക്കെ ഞാൻ ക്രമത്തിൽ പറഞ്ഞുതരാം. ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനം മല്ലിയാണ്. 1.5 ടീസ്പൂൺ മല്ലിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കലക്കുന്നുണ്ട്. അതിന് ശേഷം മഞ്ഞൾ വന്നു, മുളക് പൊടിയും കൂടി ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടി വന്നു, വേറെ ഒന്നും വന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് രേഖപ്പെടുത്തി, യോജിപ്പിച്ചു. ഇനിയാണ് ഇതിനകത്തേക്ക് നമ്മൾ താരത്തിനെ കൊണ്ടിരുന്നത്. നമ്മൾ ഇതിനകത്ത് മെയിൻ നടനാരാ? ചിക്കൻ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ എടുത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഓരോ ചിക്കനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരുന്നുണ്ട്. ഞാൻ ബോൺലെസ് ചിക്കൻ മാത്രമല്ല കേട്ടോ എടുത്തിന്. ബോണുള്ള ചിക്കനും ഇല്ലാത്ത ചിക്കനും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കൊണ്ടുവന്നതിനകത്ത് നിന്ന് ഏതെല്ലോ പീസ് കാണുന്നതെല്ലാം എടുത്ത് മാറ്റി വെച്ചതേ ഉള്ളൂ. നിങ്ങളെ വീട്ടിലേക്ക് ആക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് വെക്കാം. ബോൺലെസ് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് എല്ലാവരും പറയുന്നു. ആയിരിക്കാം. ഇത് LFC അല്ലേ, അതുകൊണ്ട് എൻ്റെ മോഡലാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തൊരു മുട്ടയും കൂടെ ഉടച്ച് പോരുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 മണിക്കൂറും കൂടെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടേ വെക്കാവേ മുട്ട. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മുട്ടത്തോടും കൂടി അതിൻ്റെ അകത്ത് വേണം. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളയണേ, അല്ലേ പിന്നെ കടിക്കും മുട്ടത്തോട്. പിന്നെ എന്നെ അടിക്കാൻ വരരുത്. അപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചോ. ഫ്രീസറിലൊന്നും വെച്ചേക്കരുത്, നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടുക വേണ്ടു. അപ്പം നമുക്ക് താഴെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ഐസും കട്ട വേണം. ഐസും കട്ട ഉള്ളവർ പിന്നെ വെക്കണ്ട, ഇല്ലാത്തവരൊന്ന് വെച്ചോളുക. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അതും കൂടി ഇങ്ങോട്ട് ഐസും കട്ടയും കൂടെ എടുത്തു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ആദ്യം കുറച്ച് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പിന്നെ ഇടുക ഇതിന്. അപ്പോൾ ഈ മൈദപ്പൊടിയിൽ ഉപ്പിടണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതി, ഭാരി വെതറിയൊന്നും വേണ്ട. എന്നിട്ട് ഈ ചിക്കൻ പീസ് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിക്കുക. അതിൻ്റെ അകത്തിട്ട് പരട്ടുമല്ല വേണ്ടത്. അതിൻ്റെ അകത്ത് ആ ചിക്കൻ ഇട്ടിട്ട് മൈദപ്പൊടി അതിനെ മേലെ ഇട്ടിട്ട് ഒന്നിങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഓരോ ചിക്കനും അങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കാം. ഞാൻ എല്ലാ ചിക്കനും കൂടെ എടുത്തിട്ട് വെക്കുന്നത് കാണിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് ബോറടിച്ച് പണ്ടാരടങ്ങും. ഒരു 2 എടുത്തത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഐസും കട്ടയിൽ വെള്ളം ഒഴിച്ചാൽ ഐസും കട്ട അലിഞ്ഞു പോകുന്ന അറിയാലോ. നന്നായി അലിഞ്ഞു പോയി തണുപ്പ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐസും കട്ടയും കൂടെ ഇടാം. മണ്ടത്തരം കാണിച്ചിട്ടാണ്. ഈ മൈദയിൽ മുക്കിയെടുത്തതിന് ശേഷം വയ്യ ഇട്ടാൽ മതി ഐസും കട്ട. പോയ ബുദ്ധി പിന്നെ ആന വലിച്ചാലും കിട്ടൂലല്ലോ. അവളേക്ക് ഞാൻ ചട്ടി ഇങ്ങനെ ചൂടാക്കാൻ വെച്ച്. ചട്ടി മാത്രം ചൂടാക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് എണ്ണയും കൂടെ ഒഴിക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള എണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും എണ്ണയുടെ ക്വാണ്ടിറ്റിയും. നമ്മളെ ചിക്കൻ ഇങ്ങനെയുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് തീർന്നിട്ട് ആദ്യം കുറച്ച് മൈദ എടുത്താണ് കേട്ടോ. അതാണ് ആദ്യം ഇതിനകത്ത് ഉപ്പിടുന്നത്. പൊടിയുപ്പാണ് ഇടേണ്ടത്, കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ ആടെ ഉണ്ടാവും. പിന്നെ നേരത്തെ മൈദയിൽ മുക്കിയിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ തണുത്ത വെള്ളത്തിലൊന്ന് മുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് ആദ്യം മൈദയിൽ എടുക്കുക. മൈദയിൽ എടുക്കാനല്ല, മൈദയിൽ മുക്കുക. നേരത്തെ കാണിച്ച പ്രോസസ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതെല്ലാം ആക്കി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പൊരിച്ചാലും മതി. ഞാനിങ്ങനെ ഓരോന്നാക്കുന്നതിന് അപ്പാടന്നെ എണ്ണയിലിടുന്നുണ്ട്. വെറുതെ ടൈം കളുണ്ടല്ലോ, ചായ കുടിക്കുന്ന സമയമായേ. അപ്പം വേഗം ആക്കുന്നില്ല നല്ലത്. ഇതാ ഞാൻ എണ്ണയിലിടുന്നുണ്ട്. വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മൈദയുമാണ്. രീതിയിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എണ്ണയിലിടുമ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഫോൺ നോക്കണം, എണ്ണയിൽ വീഴുന്ന കൈ നോക്കണം, അല്ലെ പിന്നെ കൈ പൊള്ളി പാളീസാവുമല്ലോ. അപ്പം നമ്മൾ ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ട കേട്ടോ. അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞ് ചിക്കൻ വേവാണ്ട് നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. പിന്നെയുള്ള സമയം ഞാനിങ്ങനെ ഓരോന്ന് മുക്കി മൈദയിൽ മുക്കി അങ്ങനെ പാത്രത്തിൽ വേറെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം അതിനനുസരിച്ചിട്ട് എണ്ണയിലിടാലോ. നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങളുടെ സമയത്തിനും അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഞാൻ ഒരു വെറൈറ്റിയും കൂടി ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ വെറൈറ്റി വേറെ ഒന്നുമല്ല, തണുത്ത വെള്ളത്തിലിട്ട് മൈദയിലിട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ ആ മിക്സിയിൽ ഇട്ടാലോ എന്ന് വിചാരിക്കണം മാത്രമല്ല ഞാനത് ചെയ്തു. ആദ്യം ഉണ്ടാക്കിയ ബാറ്റർ പോലത്തെ ഉണ്ടല്ലോ, അത് വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൂടെ മുക്കിയിട്ട് ഒന്നും കൂടെ മൈദയിലിട്ട് ഞാൻ പരട്ടുന്നുണ്ട്. ഇരിക്കട്ടെ ഒരു ടേസ്റ്റ് അധികം. എന്തിനാ കുറക്കുന്നത്, എന്തായാലും അത് കളയാനുള്ളല്ലേ, വെറുതെ കളയണ്ട. നമ്മൾ മലയാളികളല്ലേ, നമ്മളൊന്നും കളയാറില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ആക്കിയിട്ട് പ്ലേറ്റിൽ അങ്ങ് നിരത്തി വെച്ചു. ആ സമയത്ത് ചായയും കൂടെ വെക്കാലോ.
കാരണം ഫ്രൈ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പിന്നെ ചിക്കൻ നന്നായി വേവില്ല, പിന്നെ അടിക്ക് പിടിച്ച് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കരിയാണ്ട് തിന്നാ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഏതെല്ലാം ഭാഗം വേകാണ്ടുണ്ട് ആ ഭാഗത്തെല്ലാം ഒന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. സൈഡും അടിയും മുകളിലും എല്ലാം. ഞാൻ അങ്ങനെയാണ് കേട്ടാ, നിങ്ങളും അങ്ങനെയാകാൻ ശ്രദ്ധിച്ചോ. എനിക്കധികം എണ്ണ ചിലവായിട്ടൊന്നും ഇല്ല കേട്ടാ. ആദ്യം വെച്ച എണ്ണ അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ, അവസാനം വരെ. അവസാനമായിട്ട് ബാക്കിയുണ്ടായിരുന്നു, അധികം എണ്ണ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പറെല്ലാം എടുത്ത് പ്ലേറ്റിലൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് ഒന്ന് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ആദ്യത്തെ ബാച്ച് ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടിയില്ല. ഇതൊന്നും ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവരപ്പോഴേക്ക് കുളിച്ചു വന്നിട്ട് അപ്പോഴേക്ക് അതും എടുത്തിട്ട് പോയി. തണിഞ്ഞിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചതാ. അപ്പോഴേക്ക് 2 എണ്ണം എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അവസാനം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി 2ാമത്തെ ട്രിപ്പ് ആവേണ്ടി വന്നു. അപ്പോൾ നമ്മൾ 2ാമത്തെ ട്രിപ്പും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഒരു ട്രിപ്പിൽ 2 ചിക്കൻ ഇടുന്നത് കേട്ടാ. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചും എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം അറ്റ് എ ടൈം. അപ്പം ഞാനിങ്ങനെ കുട്ടപ്പനായിട്ട് എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഇത് 2ാമത്തെ ട്രിപ്പിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പെല്ലാം എങ്ങനെയല്ലോ പോയി. പിന്നെ ഞാൻ ആ ഫ്രൈഡ് ചിക്കന് കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വേറെ ഒന്നല്ല. അതിന് ആ മുരുമുര സൗണ്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ട്രിക്കായിരുന്നു. പിന്നെ ഞാൻ നഖം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പൊള്ളുന്നോട് അധികം സമയം കഴിയുമ്പോൾ പിടിക്കാൻ പറ്റിയില്ല. പൊള്ളിയിലാണെങ്കിൽ അതിൻ്റെ അപ്പുറം തൊടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചായയും വെച്ച് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എന്താ ഫ്രൈഡ് ചിക്കൻ്റെ മെയിൻ ആൾക്കാർ ഇവർ രണ്ടാളും ആണ്. ഒരാൾ താഴെ ഇരുന്നുന്നുണ്ട്, ഒരാൾ മുകളിൽ ഇരുന്നിട്ട്. ഞാനൊരു മയോണീസും കൂടി ഉണ്ടാക്കി. മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാലോ, പറഞ്ഞാലും പറയുന്നുണ്ട്. നാളെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരണം എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറയും. എൻ്റെ മക്കളല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.